ഇപ്പോൾ SFI നേതാവ് ആർഷോ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ആർഷോ, ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരാൻ തന്നെയാണോ SFIയുടെ തീരുമാനം? അല്ല, ഞങ്ങളൊരു ഘട്ടത്തിലും സമരത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. ഞങ്ങളുടെ പ്രതിഷേധം തുടരുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. പ്രതിഷേധം ഏറ്റവും ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഞങ്ങളുടെ സമരത്തിന്റെ ആവശ്യം എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. കാരണം കേരളത്തിലെ സർവകലാശാലകളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനകത്തേക്ക് സംഘപരിവാറിന്റെ അനുകൂലികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറുടെ ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ സമരം. ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നത് വരെ ഞങ്ങളുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് ഇതിനു മുൻപേ തന്നെ അറിയിച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് തന്നെ ഞങ്ങൾ സമരശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഈ ഘട്ടം എത്തുമ്പോൾ കാണുന്നത് എല്ലാ പ്രോട്ടോകോളുകളും ലംഘിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി ജനാധിപത്യപരമായി സമരം ചെയ്യുന്ന ആളുകൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ചാൻസലറുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണ്, പ്രോട്ടോകോളിന്റെ ലംഘനമാണ്. ആ വിഷ്വൽ പരിശോധിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരു നിലയ്ക്കും അദ്ദേഹത്തിന്റെ വാഹനം തടയുന്നതിന് വേണ്ടിയോ ഏതെങ്കിലും അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയോ സമരത്തിലുള്ള വിദ്യാർത്ഥികൾ തയ്യാറായിട്ടില്ല. ഏറ്റവും ജനാധിപത്യപരമായി വഴിയേരിക്ക് നിന്ന് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾ തയ്യാറായിട്ടുള്ളത്. ആ സമരത്തിന് നേരെയാണ് ഇന്നലെ പ്രകോപനം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആർഷോ, ഇന്നിപ്പോൾ ഈ നിലമേലിലെ സമരം നിങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നതല്ലേ? പെട്ടെന്നുണ്ടായ സമരമല്ലല്ലോ? അല്ലല്ല, നിലമേൽ മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാലക്കാട് ഉൾപ്പെടെ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് തുടരുക തന്നെ ചെയ്യും. കേരളത്തിനകത്ത് എവിടെ അദ്ദേഹം ഈ നിലയ്ക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആർഷോ, ഇപ്പോൾ ഗവർണർ പറയുന്നത് തനിക്ക് വേണ്ട സുരക്ഷ പോലീസ് ഒരുക്കുന്നില്ല എന്നാണ്. അങ്ങനെ ഒരു ആക്ഷേപം ഉയർത്തിയാണ് റോഡിൽ ഇറങ്ങിയിരിക്കുന്നത്. അതിനോട് എന്താണ് SFIയുടെ പ്രതികരണം? അല്ല, ഇതിനകത്ത് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കേണ്ടുന്ന ഉത്തരവാദിത്വം പോലീസിനുണ്ട്. പോലീസ് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ സമരത്തിലുണ്ടായിരുന്ന SFI പ്രവർത്തകർക്കെതിരെ നിരന്തരം ഗുരുതര വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് കേസെടുക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകര് ഈ കരിങ്കൊടി പ്രതിഷേധം ഉയർത്തി എന്നുള്ളതിന്റെ പേരിൽ 1 മാസത്തിന് മുകളിൽ ജയിലിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടും ഇതിനെയൊക്കെ അതിജീവിക്കുമെന്നുള്ള ഉറപ്പിന്റെ പുറത്തും തന്നെയാണ് ഞങ്ങൾ സമരവുമായി വന്നിട്ടുള്ളത്. ആ ജനാധിപത്യപരമായിട്ടാണ് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അക്രമ സംഭവങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടില്ല. ആ നിലയിൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സമരം മുന്നോട്ട് പോകും. ശരി, ഇപ്പോൾ ആർഷോയാണ് മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. വിവരങ്ങൾ നൽകാൻ ലിജോ റോളൻസ് തുടരുന്നുണ്ട്. നാടകീയ സംഭവങ്ങളാണ് കൊല്ലം നിലമേലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർ ഒരു സ്വകാര്യ പരിപാടിക്ക് വേണ്ടി വരുമ്പോഴാണ് നിലമേലിൽ വെച്ച് SFI പ്രവർത്തകർ കരിങ്കൊടി കാട്ടുന്നത്. പ്രകോപിതനായ ഗവർണർ വാഹനത്തിൽ നിന്നിറങ്ങി റോഡിലിറങ്ങി പോലീസുകാരെ ആക്രോശിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഇപ്പോഴും അദ്ദേഹം വാഹനത്തിൽ തിരികെ കയറാൻ വിസമ്മതിച്ച് റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാൻ തുടരുന്നുണ്ട്. ലിജോ, ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ എന്തെല്ലാം? രേഷ്മ, ഇതിൽ ഏറ്റവും കൂടുതൽ നൽകാൻ കഴിയുന്ന വിവരം പോലീസ് ഇപ്പോൾ ഗവർണറെ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധിച്ചതിൽ 12 പേർക്കെതിരെ കേസെടുത്ത് 12 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അതിനെയും ഗവർണർ തള്ളിക്കളയുന്നു. അതായത് തനിക്കെതിരെ 12 പേരല്ല അവിടെ പ്രതിഷേധിച്ചത്. ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 65ഓളം SFI പ്രവർത്തകരാണ് അവിടെ പ്രതിഷേധിച്ചത്. എല്ലാവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്ത് എല്ലാവരെയും അറസ്റ്റ് ചെയ്താൽ മാത്രമേ തന്റെ പ്രതിഷേധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഗവർണർ SP-യോട് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോഴും ഗവർണർ അവിടെ പ്രതിഷേധം തുടരുകയാണ്. തനിക്കെതിരെ പ്രതിഷേധവുമായി എത്തിയ എല്ലാവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്താൽ മാത്രം പ്രതിഷേധം അവസാനിപ്പിക്കാം എന്നുള്ള ഒരു കാര്യം അറിയിച്ചിരിക്കുന്നു. നിലവിൽ 12 പേർക്കെതിരെ കേസെടുത്തു, 12 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോൾ പോലീസ് സ്വീകരിക്കുന്ന ഒരു നടപടിയാണ് അത്. അതായത് 100 പേരോ 200 പേരോ ഒക്കെ പ്രതിഷേധത്തിന് വന്നാലും അതിൽ തന്നെ കുറച്ചു പേർക്കെതിരെ കേസെടുത്ത് മറ്റു നടപടികളുമായി മുന്നോട്ട് പോവുക, കുറച്ചുപേരെ മാത്രം അറസ്റ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളത് പോലീസ് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്ന നടപടികളാണ്. പക്ഷെ അതിന്റെ ഭാഗമായാണ് ഒരു 12 പേർക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തു എന്ന് അറിയിച്ചപ്പോൾ അതൊരു തരത്തിലും അംഗീകരിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറാകുന്നില്ല. മറിച്ച് എല്ലാവർക്കും തനിക്കെതിരെ പ്രതിഷേധിച്ച ഓരോ വ്യക്തികൾക്കെതിരെയും, അതായത് അവസാന വ്യക്തിക്കെതിരെ പോലും കേസ് എടുത്ത് അവരെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ തീർച്ചയായിട്ടും തന്റെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ കഴിയൂ എന്നുള്ള ഒരു കാര്യമാണ് ഗവർണർ ഇപ്പോൾ